ഹായ്, നമസ്കാരം. എല്ലാവരും വിചാരിക്കും ഇതെന്താ മാലയും വളയും ഒക്കെ ഇട്ട് മുല്ലപ്പൂക്ക് വെച്ചിട്ട് നിൽക്കണേന്ന്. അത് കാരണമുണ്ട്. നമ്മുടെ ഓണമല്ലേ വരാൻ പോണത്. അപ്പോൾ വേണ്ട, ഇതൊക്കെ ഇഷ്ടമായോ? നല്ല ആളല്ലേ. ഞാൻ എൻ്റെ ഓൺലൈൻ ബിസിനസ്സിൻ്റെയും കൂടി കേട്ടോ. ഇതാവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് തരുന്നതായിരിക്കും. ഈ വള, ഈ മാല, പിന്നെ അല്ലാണ്ട് കുറേ ടെമ്പിൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഓണത്തിന് വിഷുവിനൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള മാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഇതാ എൻ്റെ ഓണസമ്മാനം എന്ന് പറഞ്ഞിട്ട്. ആ ഓണസമ്മാനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാട്ടോ. അതായത് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് പേരെന്നെ ജോലിനെ കുറിച്ച് അറിയാനും ജോലി വേണമെന്ന് പറഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ജോലിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി കേട്ടെ. കാരണം ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടാണ് ഇവിടെ വരെങ്കിലും എത്തി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു ജോലിയില്ലാത്ത കുറേ സ്ത്രീകൾക്ക് അവർക്കൊരു സ്വയം തൊഴിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യമാണ് ഇത്. പിന്നെ എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ഇത് ചെയ്യാനായിട്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ സോണി നീ ചെയ്തു, ഞങ്ങൾ ഇതിലെല്ലാം സപ്പോർട്ടാണെന്ന് പറഞ്ഞു വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുമാത്രമല്ല, നമ്മളുടെ തൃശ്ശൂരുകാരെ എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലൂടെ കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ തൃശ്ശൂരുകാരായ എല്ലാവർക്കും എന്നെ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പം കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് കുറേ സ്ത്രീകൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്ത് ജോലിയാണ് നമ്മളവിടെ പോയിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാൻ കഴിയില്ല. ചിലർക്ക് മാത്രമാണ് ഇത് അറിയാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇത് എന്താ പറയുക, ഒരു പ്രചാരത്തിൽ വരുന്നതേ ഉള്ളൂ. അതായത് ഞാൻ ഇട്ടേക്കുന്ന ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ കണ്ടോ, ഓണത്തിന് വിഷുവിനൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇടാം. പിന്നെ ഹിന്ദുക്കൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓണത്തിന് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പാർട്ടിയൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ അത് മാത്രമല്ല, ഹിന്ദുക്കളുടെ കല്യാണ പാർട്ടികൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കസവുള്ള സാരിയൊക്കെ കൊടുത്ത്, സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഇതേപോലത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വളയും കമ്മലൊക്കെ ഇട്ട് മുല്ലപ്പൊക്കെ ചൂടിയിട്ട് ചേട്ടാ കുറച്ച് സാമ്പാർ ഒഴിക്കട്ടെ, ചേച്ചി കുറച്ച് അവിയലിടട്ടെ, ഒരു ഇച്ചിരി അച്ചാർ ഇടട്ടെ, അല്ലെങ്കിൽ എന്ത് കാളനിടട്ടെ, തോരനിടട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ഭംഗിയാ. സാമ്പാർ പോലെ നല്ല രസമുള്ള ആള്, അപ്പോൾ നല്ല സാരി, നല്ല നല്ല മാല. അപ്പോൾ അവർക്കൊരു സന്തോഷം, അവർക്കും നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾക്കും ഒരു സന്തോഷം. ഈ ഒരു കാര്യം നമ്മൾ ഒരു കല്യാണ വീട്ടിലോ പാർട്ടിക്കോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസമല്ലേ. ഇപ്പം തുടങ്ങിയിരിക്കുന്ന സംവിധാനങ്ങൾ അതൊക്കെയാണ്. അതായത് പണ്ട് കല്യാണ ദിവസങ്ങളിലൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസമൊക്കെ പുരുഷന്മാരായിരുന്നു കൂടുതൽ പന്തൽ കീഴടക്കിയിരുന്നത്. ഇപ്പം പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും കൂടി കൈയടക്കിയേക്കാം കേട്ടോ. അതായത് അവരാണ് വിളമ്പാൻ സഹായിക്കുന്നതൊക്കെ. അപ്പം നമ്മൾ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. ഇപ്പം അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ കല്യാണ പാർട്ടികൾക്കാണെങ്കിൽ അവരുടെ ചിലർ ചട്ടയും മുണ്ടൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ചിലർക്ക് കോട്ടും പാൻറ്റും സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഇതായിരിക്കും ഇഷ്ടം. എന്താ പറയുക, യൂണിഫോമൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരുങ്ങി വരുന്ന പെൺകുട്ടികളെയും അമ്മമാരെയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അതൊരു രസമാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ പിന്നെ മുസ്ലിങ്ങളുടെ കല്യാണം വരുമ്പോൾ അവരുടെ അങ്ങനെ മറ്റേ ഒപ്പനപ്പാട്ടിൻ്റെ അതിനനുസരിച്ചുള്ള ഉടുപ്പുകളൊക്കെ ഇല്ലേ, എന്താ അതിൻ്റെ ജാക്കറ്റോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പറയണേ. എനിക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് വിശദമായിട്ട് പറയാനറിയില്ല കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഓർണമെൻറ്റ്സ് കുപ്പിവളയൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക തട്ടനൊക്കെ ഇട്ടിട്ട് വന്ന് ഇച്ചിരി ബിരിയാണി തരട്ടെ, ചിക്കൻ ബിരിയാണി കിട്ടിയ മട്ടൻ ബിരിയാണി കിട്ടിയ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമല്ലേ. അങ്ങനത്തുള്ള പരിപാടിയാണ് ഞാൻ നമ്മുടെ തൃശ്ശൂരുള്ള ചേച്ചിമാർക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കണം. ഇപ്പം ചേച്ചിമാരുടെ സംശയമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടാവില്ലേ. ഇതാണ് ജോലി,
അപ്പോൾ ആ ചേച്ചിമാർക്ക് സംശയം ഉണ്ടായിരുന്നു ഞായറാഴ്ച മാത്രമാണോ കല്യാണങ്ങൾക്ക് മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ ബർത്ത്ഡേ പാർട്ടി ഉണ്ടാവില്ലേ, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചില പാർട്ടികളൊക്കെ വെക്കില്ലേ. എനിക്കിപ്പോൾ ഒരുപാട് പാർട്ടികളെ കുറിച്ചൊന്നും പറയാൻ അറിയില്ല കേട്ടോ. ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി, കല്യാണം, പിന്നല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫങ്ഷൻ വീടുകളിൽ വെക്കുമ്പോഴൊക്കെ ഇപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ലേഡീസിനെ വെച്ചിട്ടാണ് ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തേക്കാം. പിന്നെ ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ചേച്ചിമാരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല, എന്നോട് സംസാരിക്കുന്നുണ്ട്. ചില ചേട്ടന്മാർക്കൊക്കെ അങ്ങനെ ഇതുണ്ട്, പക്ഷേ ഞാൻ ക്ഷമിക്കുകയാണ്, സഹിക്കണം, സാറില്ല. പക്ഷെ ഒരുപാട് അങ്ങനെ ശല്യം ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും ഞങ്ങളുടെ ആ സർവീസ് വേണമെന്ന് താല്പര്യമുള്ളവരും വിളിക്കണം കേട്ടോ. വിളിച്ചിട്ടുണ്ട്, കുറേ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും താല്പര്യമുള്ള വിളിക്കണം. ഞാൻ ഈ നമ്പർ കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല, മറക്കണ്ട കേട്ടോ, ഈ ഓർണമെന്റ്സ് അതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സെറ്റ് മുണ്ട് വേണം എന്നുള്ളവരൊക്കെ വിളിക്കണം. ഓക്കെ, നന്ദി, നമസ്കാരം കേട്ടോ.